ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും ജനങ്ങളെ തഖ്വയോടെ ജീവിച്ചോളൂ, അതിലൂടെ മാത്രമേ റബ്ബ് സഹായിക്കുകയുള്ളൂ. തഖ്വയിൽ നിന്ന് തെറ്റിയാൽ റബ്ബിന്റെ സഹായം നഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കും, ഞാൻ എത്ര കാലമായി പലതിലും ഞാൻ വീഴ്ച വരുത്തുന്നുണ്ടല്ലോ, എന്നിട്ടും എൻ്റെ ജീവിതത്തിലെ വെച്ചടി പുരോഗതി തന്നെയാണല്ലോ, ബർക്കത്തൊട്ടും കുറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഈ പറയുന്നതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന ലിബറൽ ചിന്ത മനുഷ്യ മനസ്സുകളിൽ ചെകുത്താൻ കൊണ്ടുവരുമ്പോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വചനം കൂടി ഇതിനോട് ചേർത്ത് നമ്മൾ ഗ്രഹിക്കണം. എന്താണ് ആ വചനം? അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഇദാ റഅയ്തല്ലാഹ യുഅ്തിൽ അബ്ദ മിനദ് ദുനിയാ അലാ മആസിഹി മാ യുഹിബ്ബു ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്. നീ അല്ലാഹുവിനെ കണ്ടാൽ പ്രകാരം അവനതാ ഒരു തെമ്മാടിയായ മനുഷ്യന് അവന്റെ തെമ്മാടിത്തത്തിലൂടെ അവൻ ജീവിച്ചു കൊണ്ടിരുന്നിട്ടും അവന് ദുന്യാവിൽ പലപ്പോഴും കുറെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് നീ കാണുകയാണെങ്കിൽ നീ മനസ്സിലാക്കിക്കോ, അത് നല്ലതിനാണെന്നല്ല നീ കരുതേണ്ടത്. അതല്ല തൽക്കാലത്തേക്കൊന്ന് അയച്ചു വിടുകയാണ്. ഇവൻ എത്രത്തോളം പോകും, എത്രത്തോളം ഇവന്റെ നെകളിപ്പ് കാണും, എത്രത്തോളം ഇവന്റെ അഹങ്കാരവും ധിക്കാരവും ഒക്കെ വർദ്ധിക്കുമെന്ന് റബ്ബ് അവനെ ഇങ്ങനെ പരീക്ഷിക്കുകയാണ്. പിന്നെയോ പെട്ടെന്നായിരിക്കും ശിക്ഷ വരിക. എന്നിട്ടതിന് തെളിവായിക്കൊണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച സൂറത്തുൽ അൻആമിലെ 44-ാമത്തെ ആയത്ത് ഓതുകയാണ് ചെയ്തിട്ടുള്ളത്. വീണ്ടും കേൾക്കൂ, സൂറത്തുൽ മുഅ്മിനൂൻ 55, 56. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ കലാമുകൾ. അയഹ്സബൂന, അല്ലാഹുവിന്റെ ചോദ്യം, അവര് വിചാരിച്ചു പോയോ, അന്നമാനുമിദ്ദുഹും, നാം അവർക്ക് ഇങ്ങനെ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്, മിമ്മാലിം വബനീൻ, സമ്പത്ത് കൊടുക്കുന്നുണ്ട്, മക്കളെ കൊടുക്കുന്നുണ്ട്, സ്വാധീനം കൊടുക്കുന്നുണ്ട്, എന്നാലും അവര് തെമ്മാടിത്തത്തിലൂടെ ഒട്ടും കുറവുമില്ല. അതൊക്കെ നാം അവർക്ക് ചെയ്തു കൊടുക്കുന്നത് നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത്, അവർക്ക് എന്റെ ഖൈറാത്തുകൾ നാം അവർക്കിങ്ങനെ ധാരാളമായി പെട്ടെന്നിങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണെന്നാണോ അവർ വിചാരിക്കുന്നത്? എങ്കിൽ ബല്ലാ യശ്ഉറൂൻ, അങ്ങനെയൊന്നുമല്ല. അവർക്കത് തിരിഞ്ഞിട്ടില്ല. റബ്ബിന്റെ ഒരു പിടുത്തം വരുവോളുള്ള അയച്ചുവിടലാണത്. സമയമായാൽ ഒരു പിടുത്തമുണ്ട്, ഒരു പിടിച്ചു വലിയുണ്ട്. കുതറി രക്ഷപ്പെടാൻ ഒരു കൊമ്പനും സാധിക്കില്ല എന്നാണ് അല്ലാഹു വ്യക്തിതലം തൊട്ട് അന്താരാഷ്ട്രത്തിലുള്ള നേതാക്കന്മാരെ വരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ഉണ്ടാകുവാൻ എല്ലാവർക്കും അനിവാര്യമായ ഏക മാർഗം ഈമാനിൽ നിലകൊള്ളൽ മാത്രമാണ് സുഹൃത്തുക്കളെ. ആ ഒരു മാർഗത്തിലൂടെ മുന്നോട്ട് പോകുവാൻ നാം എല്ലാവരും പരിശ്രമിക്കുക.